ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് എക്സലിലെ ടെക്സ്റ്റ് ടു കോളംസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഇതിനെക്കൊണ്ട് ഒരുപാട് യൂസസ് ഉണ്ട്. നമ്മളിൽ പലരും പല സ്ഥലത്തു നിന്നായിരിക്കും എക്സലിലേക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഫോമാറ്റിങ്ങിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഡാറ്റ പലപ്പോഴും ഓർഗനൈസ്ഡ് ആയിരിക്കില്ല. അതായത് ചിലപ്പോൾ അത് ഒരു കോളമിൽ തന്നെ ഫില്ലായി കിടക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ, അതായത് ഒരു കോളമിലുള്ള ടെക്സ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് പല കോളങ്ങളിലേക്കാക്കിയിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാം. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഡാറ്റയിൽ ഒരുപാട് ഡീലിമിറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് കോമ, കോളൺ, സെമി കോളൺ ഇങ്ങനെയുള്ള ഡീലിമിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ഡാറ്റ ഓർഗനൈസ് ചെയ്യാനും കൂടി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ടു കോളംസ് എന്ന് പറഞ്ഞ ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ഒരുപാട് യൂസസ് ഉണ്ട്. ഓരോന്നിനും ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു തലവേദന നമ്മൾ എപ്പോഴും വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഡേറ്റിൻ്റെ ഫോമാറ്റിംഗ് അല്ലേ. അപ്പോൾ ഇൻവാലിഡ് ഡേറ്റ് ഫോമാറ്റിങ്ങിന് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫോമാറ്റിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ടെക്സ്റ്റ് ടു കോളംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇവിടെ ഞാൻ കുറച്ച് ഡാറ്റ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഡാറ്റയ്ക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എനിക്കിത് രണ്ട് കോളമിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വേണ്ടത്. രണ്ട് പേരുടെ പേരാണ്. അപ്പോൾ ഇത് രണ്ട് കോളത്തിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വേണ്ടത്. ഇതിനൊരു സെപ്പറേറ്ററായിട്ട് ഒരു കോമയുണ്ട്, അതുപോലെ തന്നെ സ്പേസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് എനിക്കിതിനെ കിട്ടണം. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഡാറ്റയെ സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ഡാറ്റ ടാബിലാണ് പിന്നെ പോകേണ്ടത്. എവിടെയാണ്? ഡാറ്റ ടാബിൽ. ഡാറ്റ ടാബ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് ടു കോളംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ എക്സ്പ്ലനേഷൻ. സ്പ്ലിറ്റ് എ സിംഗിൾ കോളം ഓഫ് ടെക്സ്റ്റ് ഇൻറ്റു മൾട്ടിപ്പിൾ കോളംസ്. മൾട്ടിപ്പിൾ കോളംസിലാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കൺവേർട്ട് ടെക്സ്റ്റ് ടു കോളം വിസാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ വിൻഡോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബൈ ഡീഫോൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഡീലിമിറ്റഡിലാണ് ഉള്ളത്. ഡീലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാരക്ടേഴ്സ്, അതായത് ഇവിടെ പറയുന്നുണ്ട് ക്യാരക്ടേഴ്സ് സച്ചസ് കോമാസ് ഓർ ടാബ്സ് അല്ലേ. അതായത് ഓരോ ഫീൽഡിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ഇവിടെ എന്താണുള്ളത്? കോമ ഉണ്ട്, സ്പേസ് ഉണ്ട് അല്ലേ. അത് മാത്രമല്ല നമുക്ക് അറ്റ് ഉണ്ടാവാം, സ്ലാഷ് ഉണ്ടാവാം, എന്തോ ആയിക്കോട്ടെ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് ഈ ഡീലിമിറ്റഡിലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അടിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സലിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ ഡാറ്റയ്ക്ക് സെപ്പറേഷൻ ആയിട്ടുള്ളത്. അതായത് എവിടെ നിന്നാണ് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ആക്കേണ്ടതെന്ന്. അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലല്ലേ എക്സലിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണുള്ളത്? കോമ ഉണ്ട്. കോമ മാത്രം ഇട്ടിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഡാറ്റ വരുന്നത്. നമുക്ക് പ്രിവ്യൂ ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് അടിക്കുകയാണ്. ദെൻ ഇവിടെ ഈ ഒരു വിൻഡോയിലേക്ക് വരും. ദെൻ ഫിനിഷ് അടിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം എന്താണ്? ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഈ ഒരു കോളം കംപ്ലീറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ ഒരു സ്പേസ് ഉണ്ട് അല്ലേ. എല്ലാ പേരിൻ്റെയും ഫ്രണ്ടിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ട. മാത്രമല്ല നമ്മുടെ ഒറിജിനൽ ഡാറ്റ ഇവിടുന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഒറിജിനൽ ഡാറ്റ വേണം. നമുക്കിത് കിട്ടേണ്ടത് വേറൊരു ഡെസ്റ്റിനേഷനിലാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമല്ല സ്പേസ് എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കൺട്രോൾ സെഡ് അടിച്ച് അതങ്ങ് പോക്കി നമ്മുടെ ഡാറ്റയെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. അതായത് ഒന്ന് ഈ സ്പേസ് മാറ്റണം. അത് മാത്രമല്ല രണ്ട് കോളമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു സ്ഥലത്താണ്, വേറെ ഡെസ്റ്റിനേഷനിലാണ് കൊണ്ടുപോയിടേണ്ടത്. ഇപ്പോൾ ഡാറ്റ ടാബിൽ തന്നെ ടെക്സ്റ്റ് ടു കോളംസ് ഓപ്ഷൻ എടുക്കുക. ഡീലിമിറ്റഡ് തന്നെയാണ്. നെക്സ്റ്റ് അടിക്കുക. ദെൻ എന്ത് ചെയ്യുക? കോമയും അതുപോലെ തന്നെ സ്പേസും കൊടുക്കുക. ഇപ്പോൾ ഈ പ്രിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ ഇവിടെ സ്പേസ് ഉണ്ട് സെക്കൻഡ് കോളത്തിൽ. പക്ഷേ ഞാൻ സ്പേസ് കൂടി സെലക്ട് ചെയ്യുമ്പോൾ ആ സ്പേസ് അങ്ങ് റിമൂവ് ആയി. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് അടിക്കുക. ഇനി ഇവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അതായത് ആക്ച്വലി ഡാറ്റ ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതല്ല വേണ്ടതെങ്കിൽ ഈ ഒരു ആരോ പോർഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഇഷ്ടമുള്ള സെല്ല് സെലക്ട് ചെയ്യാം. ബി ആണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ഈ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക? ഫിനിഷ് അടിക്കുക. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഷീറ്റ് 3യിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് അതായത് കുറേ പേരുടെ ഇമെയിൽ ഐ ഡി ആണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെന്താ എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പേരും ഡൊമൈൻ നെയിമും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. മനസ്സിലായല്ലോ? പേര് വേറെയും ആക്കണം, അതേപോലെ തന്നെ ഡൊമൈൻ നെയിം വേറെ ആക്കണം. അങ്ങനെയാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഞാൻ കംപ്ലീറ്റ് കോളവും സെലക്ട് ചെയ്യുകയാണ്. ദെൻ ടെക്സ്റ്റ് ടു കോളംസ് എടുക്കുന്നു. ഡീലിമിറ്റഡ് തന്നെയാണ്. നെക്സ്റ്റ് അടിക്കുന്നു. അതായത് ദെൻ ഇവിടെ നിങ്ങൾക്ക് ടാബ്, സെമി കോളൺ, കോമ, സ്പേസ് ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അതർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ,
ഇതൊക്കെ മാറ്റാണ്. ദെൻ അതർ സെലക്ട് ചെയ്തതിന് ശേഷം അത് സെപ്പറേറ്റർ ആയിട്ട് എന്താണ് വർക്ക് ചെയ്യുന്നത്, അറ്റാണ് അല്ലേ. അപ്പോൾ അറ്റ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്കിവിടെ കാണാം അല്ലേ, നമ്മുടെ ഡാറ്റ അപ്പോൾ തന്നെ സ്പ്ലിറ്റ് ആയിട്ട് കാണാം, പ്രിവ്യൂ ഉണ്ട്. ദെൻ നെക്സ്റ്റ് അടിക്കുക. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ വീണ്ടും ആരോ പ്രസ് ചെയ്യുന്നു, ഫിനിഷ് അടിക്കുന്നു, ഫിനിഷ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ നമ്മുടെ ഡാറ്റ കംപ്ലീറ്റും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പേസും കോമയും അല്ലാണ്ട് വേറെ എന്ത് ക്യാരക്ടർ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അതർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇത് ഡേറ്റ് ആണ്. ഓക്കെ, അതായത് ഡിഫറെൻറ്റ് ടൈപ്പിലാണ് ഇത് എൻ്റർ ചെയ്തിട്ടുള്ളത്. 17/3/2021 ആണെങ്കിൽ അടുത്ത് 03 ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഡോട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ സ്പേസ് ആണുള്ളത്. അങ്ങനെ പല രീതിയിലാണ് ഈ ഡേറ്റ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒരേപോലെ ആക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അതിന് നമുക്ക് ഈ ടെക്സ്റ്റ് ടു കോളംസ് എന്നുള്ള ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുകയാണ്. ദെൻ ടെക്സ്റ്റ് ടു കോളംസിൽ പോവുക. ദെൻ ഡീലിമിറ്റഡ് തന്നെ സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു. ദെൻ നമ്മൾ ഇതിലൊന്നും ടിക്ക് മാർക്കിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ് എന്നുള്ള ഈ ഒരു പോർഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് MDY, അതായത് മന്ത് ഡേറ്റ് ഇയർ എന്നാണ്. അപ്പോൾ DMY ആണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് എനിക്ക് ആദ്യം ഡേറ്റ് വരണം. ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള ഫോർമാറ്റിങ്ങിലേക്കാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഡെസ്റ്റിനേഷൻ ഞാനിവിടെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേറൊരു സെല്ലിലേക്കാണ് ഡെസ്റ്റിനേഷൻ കൊടുക്കുന്നത്. ദെൻ അഗെയിൻ ഈ ആരോ ക്ലിക്ക് ചെയ്യുന്നു, ഫിനിഷ് അടിക്കുകയാണ്. ഇനി എന്ത് ചേഞ്ചാണ് നമ്മുടെ ഡാറ്റയ്ക്ക് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, 17/03/21 എല്ലാം സ്ലാഷ് വെച്ചിട്ട് കറക്റ്റ് ഒരേ ഫോർമാറ്റിങ്ങിലേക്ക് ഡാറ്റ കംപ്ലീറ്റ് മാറി അല്ലേ. നമ്മുടെ ഡേറ്റ് കംപ്ലീറ്റും അങ്ങനെയുള്ള ഒരു ഫോർമാറ്റിങ്ങിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ കാര്യമല്ലേ. പലരും ഡൗട്ട് ചോദിക്കാറുണ്ട് ഡേറ്റ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു ഫോർമാറ്റിങ്ങിലേക്ക് എത്തിക്കുന്നതെന്ന്. അതായത് നമ്മൾ പല സ്ഥലത്തു നിന്നായിരിക്കും നമ്മുടെ ഡാറ്റ ഇമ്പോർട്ട് ചെയ്ത് വരിക. അപ്പോൾ പല ഫോർമാറ്റിങ്ങിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് തന്നെ നിന്നോളും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മുടെ ഒരുപാട് ഡാറ്റ ഉണ്ട്. അതായത് ഒരു കോളമിലാണ് ഇതൊക്കെ ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, ഡബിൾ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും. കണ്ടോ, ഇതൊക്കെ കംപ്ലീറ്റും ഒരു കോളത്തിലാണുള്ളത്. അപ്പോൾ ഇതിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ കോളംസിലേക്ക് മാറ്റണം. അതായത് നിങ്ങൾക്ക് ഒരുപാട് പേരുകൾ ഉണ്ടെങ്കിലും, അതായത് എന്തൊരു ഡാറ്റ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മൾട്ടിപ്പിൾ കോളംസിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുകൂടി കാണിച്ചു തരുന്നത്. ഡീലിമിറ്റഡ് തന്നെയാണ്, നെക്സ്റ്റ് അടിക്കുന്നു. ദെൻ എന്താണ് ഇവിടെ നമുക്ക് എന്താണ് സെപ്പറേറ്റർ ആയിട്ടുള്ളത്, കോമ മാത്രമാണുള്ളത്. അപ്പോൾ കോമ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, സ്പേസ് ഇല്ല. സോ അഗെയിൻ എന്തടിക്കുക, ഞാൻ നെക്സ്റ്റ് ആണ് അടിക്കുന്നത്. കാരണം എനിക്ക് ഡെസ്റ്റിനേഷൻ കൂടി കാണണം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫിനിഷ് വേണമെങ്കിൽ അടിക്കാവുന്നതാണ്. അതായത് ഡെസ്റ്റിനേഷൻ അവിടെ തന്നെ മതിയെങ്കിൽ ഫിനിഷ് അവിടെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സെല്ല് മാറ്റിയിട്ട് കൊടുക്കുകയാണ്. ദെൻ വീണ്ടും എന്ത് ചെയ്യുക, ഫിനിഷ് അടിക്കുക. കണ്ടോ, എല്ലാവരുടെ പേരും ഡിഫറെൻറ്റ് കോളംസിലേക്ക് മാറി. അങ്ങനെ നമുക്ക് എത്ര കോളമായി ഇപ്പോൾ? 4 കോളമിൽ നമ്മുടെ ഡാറ്റ വന്നു കഴിഞ്ഞു. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാം അല്ലേ. വേറൊരു ഫോമിലെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിങ്ങനെ ടെക്സ്റ്റിനെ മൾട്ടിപ്പിൾ കോളംസിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മുടെ ഡാറ്റ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് മാത്രമല്ല, ഡീലിമിറ്റഡ് അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ കൂടി നമ്മൾ കണ്ടു അല്ലേ, വിഡ്ത്തിനെ പറ്റിയിട്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇട്ടിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അഡ്രസ്സാണ്. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് വെറുതെ കുറച്ച് നോർത്ത് സൗത്ത് എന്നൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഫോൺ നമ്പർ, പിന്നെ ഫുൾ ടൈം, ഹാഫ് ടൈം. അപ്പോൾ ഫുൾ ടൈം ആണോ ഹാഫ് ടൈം ആണോ എന്ന ഡീറ്റെയിൽ കൂടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഡാറ്റ കംപ്ലീറ്റും എനിക്ക് സ്പ്ലിറ്റ് ചെയ്യണം. ഇതിനിപ്പോൾ ഞാൻ സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നടക്കില്ല. കാരണം ഫുൾ ടൈമിന് സ്പേസ് ഉണ്ട്. അപ്പോൾ ഫുള്ളും ടൈമും കൂടി സ്പ്ലിറ്റ് ആയി പോവും. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വിഡ്ത്ത് എന്നുള്ള ആ സംഭവം യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡാറ്റ സെലക്ട് ചെയ്ത് കൊടുക്കുക. then എന്ത് ചെയ്യുക, നമ്മുടെ ഡാറ്റ ടാബിൽ ടെക്സ്റ്റ് ടു കോളംസ് എടുക്കുക. ഇപ്രാവശ്യം നമ്മൾ ഡീലിമിറ്റഡ് മാറ്റിയിട്ട് ഫിക്സ്ഡ് വിഡ്ത്ത് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് ഇനി നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എവിടെ നിന്ന് എവിടത്തേക്കാണ് നമുക്ക് സ്പ്ലിറ്റ് വേണ്ടത്. അപ്പോൾ എനിക്കിവിടെ സൗത്ത്, അതായത് ഇത് ക്യാരക്ടേഴ്സ് കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുക. സൗത്ത് എന്നുള്ള ഫസ്റ്റ് ക്യാരക്ടറിൻ്റെ അടുക്ക എവിടെ കൊണ്ടുപോയി വെക്കുന്നോ ആ അത്രയും നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കൗണ്ട് ചെയ്തിട്ടാണ് ഇത് പോവുക. അപ്പോൾ സൗത്തിൻ്റെ അടുത്ത് വെച്ചു. ദെൻ എനിക്ക് പിന്നെ വേണ്ടത് എവിടെയാണ്, ഇവിടെ, അതായത് നമ്പേഴ്സിൻ്റെ അടുത്തുള്ള സ്പ്ലിറ്റിങ്. ഈ 2 സ്പ്ലിറ്റാണ് എനിക്ക് വേണ്ടത് അല്ലേ. ദെൻ ഞാൻ നെക്സ്റ്റ് അടിക്കുകയാണ്. എനിക്ക് ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ടിട്ട് കാണിച്ചു തരാം.
ദെൻ ഫിനിഷ് അടിക്കുന്നു. കണ്ട കംപ്ലീറ്റ് ഡാറ്റയും സ്പ്ലിറ്റ് ആയിട്ട് എന്താണ് വേറെ വേറെ സ്പേസിലേക്ക്, അതായത് വേറെ വേറെ കോളംസിലേക്ക് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ സ്പേസ് പ്രശ്നമാണെങ്കിൽ ഇങ്ങനെയും നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ് അവൈലബിൾ ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഡാറ്റയെ നന്നായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഡാറ്റ കംപ്ലീറ്റ് എക്സലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഡാറ്റ ഇങ്ങനെയായിപ്പോയി, എന്താണ് ഫോർമാറ്റിംഗ് കംപ്ലീറ്റ് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ഒരു സാധനമാണ് ടെക്സ്റ്റ് ടു കോളംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് അല്ല, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റയെ ഓർഗനൈസ് ചെയ്യാനും കൂടി പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.